Bonjour, നമസ്കാരം. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രഞ്ച് ബിഗിനർ A1 ലെവൽ 2 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. സോ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് പോസിബിൾ. പക്ഷേ എന്താ വെച്ചാൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ലാംഗ്വേജിലുള്ള എല്ലാ 1.25 ലക്ഷത്തിലധികം വേർഡുകളും അത് പ്രയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതും ഒന്നുമല്ല. സോ ബിഗിനർ ലെവൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വാട്ട് ആർ അവർ ടാർഗറ്റ്സ് എന്ന് പറയുമ്പോൾ 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ബാക്കിയുള്ളവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ആൻഡ് ബേസിക് വൊക്കാബുലറി ലിസ്റ്റ്, ബേസിക് ഗ്രാമർ കൈൻഡ് ഓഫ് തിങ്സ്. അപ്പോൾ എന്തൊക്കെ വരും അതിൽ? അതായത് നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അറിയണം, ദെൻ ബാക്കിയുള്ളവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അറിയണം, ദെൻ ഹൗസ് റിലേറ്റഡ് വൊക്കാബുലറി, എന്താണ് ഡൈനിങ് റൂം എന്താണ്, അങ്ങനത്തെ ഹൗസ് റിലേറ്റഡ് വൊക്കാബുലറി. അല്ലെങ്കിൽ ഒരു ആഡ് കണ്ടു, ഹൗസിൻ്റെ ഒരു ആഡ് കണ്ടു, അപ്പോൾ അത് നമുക്ക് ഡെഡ്യൂസ് ചെയ്യാൻ അറിയണം, ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ അറിയണം, വെദർ ഇറ്റ് ഇസ് ഫേർണിഷ്ഡ് ഓർ നോട്ട്, ഹൗസ് റിലേറ്റഡ് വൊക്കാബുലറി. ദെൻ നിങ്ങൾക്ക് ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ അറിയണം. നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ച്, അത് ഡെയിലി റൂട്ടീൻ കൈൻഡ് ഓഫ് തിങ്സ് നിങ്ങൾക്ക് പറയാൻ അറിയണം. ദെൻ പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഔട്ടിങ്ങിന് പോകും. സോ ഔട്ടിങ്ങിന് പോകുമ്പോൾ ലൈക്ക് സിനിമ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയാണ്, റെസ്റ്റോറൻറ്റ്, അല്ലെങ്കിൽ പിന്നെ ഷോപ്പിങ്ങിന്. സോ ഇതൊക്കെ പോകുമ്പോൾ നമുക്ക് ബേസിക് കോൺവെർസേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ എല്ലാ സാഹചര്യത്തിലും എന്നുള്ളതാണ് വേറൊരു കാര്യം നോക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇഫ് യു ആർ ട്രാവലിംഗ് ഇൻ എ സിറ്റി, വാട്ട് ആർ ദ തിങ്സ് യു നീഡ് ടു നോ. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ യു ആർ ലോസ്റ്റ്. സോ ലോസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഡിറക്ഷൻസ് ചോദിക്കാൻ അറിയുന്നുണ്ടോ, ഡിറക്ഷൻസ് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ. സോ ഡിറക്ഷൻസ്, ബേസിക് കാര്യങ്ങൾ ആൻഡ് ബേസിക് ആയിട്ടുള്ള പ്ലേസസിൻ്റെ നെയിം, ഒബ്ജക്ട്സിൻ്റെ പേര്, ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു കാര്യം. ദെൻ നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് റിലേറ്റഡ് വൊക്കാബുലറി അറിഞ്ഞിരിക്കണം. ഫുഡ് റിലേറ്റഡ് വൊക്കാബുലറി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നമുക്ക് ഓർഡർ ചെയ്യാൻ അറിയണമെങ്കിൽ ഫുഡ് എന്താണെന്ന് പറയാൻ അറിഞ്ഞെങ്കിലല്ലേ. ഇപ്പോൾ മീറ്റ് ഈസ് ബിയാൻഡ്, ലെഗ്യൂം ഈസ് വെജിറ്റബിൾ. സോ അങ്ങനത്തെ ബേസിക് വൊക്കാബുലറി, ഫുഡ് വൊക്കാബുലറി ആൻഡ് ഹൗ ടു ഓർഡർ ഇൻ എ റെസ്റ്റോറൻറ്റ്, ബേസിക് കമാൻഡ്സ് പറയാൻ അറിയണം, സർവൈവൽ ഫ്രേസസ് പറയാൻ കഴിയണം. സോ പിന്നെ എന്താണെന്ന് വെച്ചെങ്കിൽ ബേസിക് വൊക്കാബുലറി എന്നാണ് ക്ലോത്ത് റിലേറ്റഡ് വൊക്കാബുലറി, ബോഡി പാർട്സ്, ഇതിനെക്കുറിച്ചുള്ള ബേസിക് ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്രത്തോളം വേർഡ്സ് ശരിക്കും വേണം. സോ എത്രത്തോളം വേർഡ്സ് എന്ന് പറയുമ്പോൾ 1.25 ലക്ഷത്തിലധികം വേർഡുകളുണ്ട്. പക്ഷേ ഇൻ്റർമീഡിയറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ വെച്ചെങ്കിൽ 5000 വേർഡ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്, അതായത് ഇൻ്റർമീഡിയറ്റ് ലെവൽ. പക്ഷേ ബിഗിനർ സ്റ്റേജിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 1000, അതായത് ഇപ്പോൾ 80-20 റൂളിന് നമ്മൾ പറയും പാരറ്റോ പ്രിൻസിപ്പിൾ. പാരറ്റോ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? അതായത് 20% വാക്കുകൾ മര്യാദയ്ക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നെങ്കിൽ ഒരു 80% റിസൾട്ട് നമുക്ക് കിട്ടും. അതായത് 80% കോൺവെർസേഷനും നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു 20%. അതായത് ഇന്റർമീഡിയറ്റ് ലെവൽ ഒരു 5000 വേർഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു 20% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1000 വേർഡുകളെങ്കിലും മിനിമം നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ കഴിയണം ഇൻ എ സെൻറ്റൻസ്. ഒരു 1000 വേർഡുകൾ അത്ര വൊക്കാബുലറി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ അതിൻ്റെ സെൻറ്റൻസസ്, ആ സെൻറ്റൻസസ് ആയിട്ട് പറയാൻ നിങ്ങൾക്ക് കഴിയും വേണം. അത് എന്താണ്, എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുക ഈ വേർഡ്സ് എല്ലാം? 1000 വേർഡ്സ് വെറുതെ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. സോ ഹൗ ടു യൂട്ടിലൈസ് ഇറ്റ് ഇൻ എ സെൻറ്റൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ബേസിക് ബിഗിനർ ലെവൽ എന്നുള്ളതിൽ 2 മാസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ എന്തൊക്കെ നമുക്ക് ചെയ്യണം? സോ ഇറ്റ്സ് ലൈക്ക് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ്. ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഫോളോ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. സോ ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഒന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. സോ മെനി പോളിഗ്ലോട്ട്സ് ഉണ്ട് അല്ലേ, അതായത് സ്റ്റീവ് കോഫ്മാൻ ഉണ്ട്, ഒലി റിച്ചാർഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ബെന്നി ലൂയിസ്. ദർ ആർ മെനി പോളിഗ്ലോട്ട്സ്. സോ ഇവരെല്ലാം പറയുന്നത് ദർ ഇസ് നോ സ്ട്രക്ചർഡ് അപ്രോച്ച്. പക്ഷേ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് ലേൺ ചെയ്യാനായിട്ട്, അതായത് കുറച്ച് എന്താണ് ഷോർട്ട് ടേമിലൊക്കെ നമുക്ക് ഇന്ന സ്ഥലത്ത്, ഇപ്പോൾ നമ്മൾ ഫ്രാൻസിൽ പോവാണ്, ഇന്ത്യയിൽ ഫ്രാൻസിൽ പോവാണ്, അപ്പോൾ ഇത്രയും നമുക്ക് ടൈമുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം കൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റണമെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് 2 മാസം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് പോസിബിൾ ടു ലേൺ. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ 1000 വേർഡ്സിൻ്റെ വൊക്കാബുലറിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബേസിക് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, ലേയിങ് എ പ്രോപ്പർ ഫൗണ്ടേഷൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഫൗണ്ടേഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൊനൗൺസിയേഷൻ മാസ്റ്റർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ബിക്കോസ് ഇംഗ്ലീഷ്, സ്പാനിഷ്, പോർച്ചുഗീസ്, ഇറ്റാലിയൻ ഇതെല്ലാം ഫ്രഞ്ചിനോട് വളരെയധികം സിമിലർ ആയിട്ടുള്ള ലാംഗ്വേജസ് ആണ്. ഇതിലെല്ലാം സിമിലർ വേർഡ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ സിമിലർ വേർഡ്സുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതേപോലെ തന്നെ പ്രൊനൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നേസൽ സൗണ്ട്സ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ ഫ്രഞ്ച് സ്പീക്കിംഗ്. ഫ്രഞ്ച് സ്പീക്കിങ്ങിന് നമ്മൾ നേസൽ സൗണ്ട്സ് മാസ്റ്റർ ചെയ്യണം. അതേപോലെ തന്നെ ചെറിയ ചെറിയ റൂൾസുകളുണ്ട്. അതായത് രണ്ട് വേർഡ്സ് ഒരുമിച്ച് വായിക്കുക, ലിങ്കേജസ് നോക്കി വായിക്കുക, ലീസോ എന്ന് പറയും. ആൻഡ് ചില എലിസിയോ എന്നുള്ള റൂളുണ്ട്, ഒരു 2 വവൽ അടുപ്പിച്ച് വരുമ്പോൾ അത് ഡ്രോപ്പ് ചെയ്യുക. അങ്ങനെയൊക്കെ കുറച്ച് ബേസിക് റൂൾസ്, ഗ്രാമർ റൂൾസും കുറച്ച് പ്രൊനൗൺസിയേഷൻ റൂൾസും
നമ്മൾ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു പ്രോപ്പർ ഫൗണ്ടേഷൻ ആയി. സോ ലേയിങ് എ പ്രോപ്പർ ഫൗണ്ടേഷൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വീക്ക്. ആദ്യത്തെ 2 ആഴ്ചകളിലും ബേസിക് പ്രൊനൗൺസിയേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അതായത് ഞാൻ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുമ്പോൾ ബേസിക് പ്രൊനൗൺസിയേഷൻ മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, സോ അത് ഒരു 1-2 ആഴ്ചയിൽ നമുക്ക് ക്ലിയർ ആയിരിക്കണം ഈ ബേസിക് പ്രൊനൗൺസിയേഷൻ റൂൾസ്. പിന്നെ എന്താ വെച്ചാൽ ഇത് പ്രാക്ടീസ് ആണ് വരുന്നത്. ഓരോ വാക്കുകളും പുതിയത് വരുമ്പോൾ അതിന്റെ പ്രാക്ടീസ്, അതായത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഐഡിയ. ഇപ്പോൾ ഇ എന്നുള്ളത് ഓ എന്നുള്ള ഒരു വേർഡിലേക്കാണ് മെജോറിറ്റി സമയത്തും വരിക എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ട് ഒരാളാണെങ്കിൽ, ഇനി നമുക്ക് പുതിയ വേർഡ്സ് പഠിക്കുമ്പോഴും അത് മാസ്റ്റർ ചെയ്യാം, വായിക്കാൻ കുറച്ചും കൂടി എളുപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ നേസൽ സൗണ്ട്സ് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ വേർഡ് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൊനൗൺസിയേഷൻ എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. എല്ലാ വേർഡും അങ്ങനെ ആവണമെന്നില്ല, ദർ ആർ എക്സെപ്ഷണൽ കേസസ്. ഓക്കെ, അപ്പം ഫസ്റ്റ് തിങ് ഈസ് ലേയിങ് എ പ്രോപ്പർ ഫൗണ്ടേഷൻ വിത്ത് റെസ്പെക്ട് ടു നേസൽ സൗണ്ട്സ് ആൻഡ് പ്രൊനൗൺസിയേഷൻ ഓഫ് ആൽഫബറ്റ്സ് ആൻഡ് എവറിത്തിങ്. ദെൻ നെക്സ്റ്റ് തിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചെങ്കിൽ 1000 വേർഡുകൾ നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പം ആദ്യം എന്താ വെച്ചെങ്കിൽ ഏറ്റവും കീ വേർഡ്സ് നമ്മൾ മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കീ വേർഡ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായും എല്ലാ ലാംഗ്വേജിലും വരുന്ന എപ്പോഴും കോമൺ ആയിട്ട് വരുന്ന വേർഡ്സ് ഏതൊക്കെ ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഏതൊക്കെയായിരിക്കും? ബി ഫോം ആയിരിക്കും, അതായത് ഈസ്, ആർ, ദേ, ഈസ്, ആർ അങ്ങനത്തെ ഒക്കെ വേർഡുകളായിരിക്കും എല്ലാ ലാംഗ്വേജിലും കോമൺ ആയി വരുന്ന വേർഡുകൾ ഏതൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് എത്ര ആണ്. പിന്നെ രണ്ടാമത്തെ വേർഡ് എന്ന് പറയുമ്പോൾ ഔവാറാണ്. ഔവാർ എന്ന് പറയുന്നത് ഹാവിനെയാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഏതൊക്കെയാണ്? ഗോ, കം, ദെൻ ടേക്ക്, ദെൻ അങ്ങനത്തെ ക്യാൻ, വോണ്ട് അങ്ങനത്തെ വേർഡുകളൊക്കെയാണ് പിന്നെ വരുന്ന കോമൺ ആയിട്ടുള്ള വേർഡുകൾ. കീ വേർഡ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ കീ വേർഡ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ സ്പോക്കൺ ഫ്രഞ്ചിൽ യൂസ് ചെയ്യുന്ന വേർഡ്സുകളാണ് കീ വേർഡ്സുകൾ. അപ്പോൾ കീ വേർഡ്സുകൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സ് എന്താണ്? നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് സെന്റൻസ് മേക്കിംഗ് ആണ്. അപ്പോൾ വേർഡ്സ് മാത്രം അറിഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ, അതായത് സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റാതെ നമുക്ക് കാര്യമില്ല. അപ്പോൾ നമ്മൾ 3rd 4th വീക്കിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ 3ാമത്തെ 4ാമത്തെ ആഴ്ചയിൽ നമുക്ക് എന്താണ് സെന്റൻസ് ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ സെന്റൻസ് എങ്ങനെ ബിൽഡപ്പ് ചെയ്യാം? ഇത് സബ്ജക്ട് വേർബ് വെച്ചിട്ട് ചെറിയ സെന്റൻസ് ഉണ്ടാക്കാൻ വേണമെങ്കിൽ ഐ ഈറ്റ്, ജെ മാഞ്ച് എന്ന് പറയാം. അല്ലെങ്കിൽ സബ്ജക്ട് വേർബ് ഒബ്ജക്ട്, അത് രണ്ടും. അതായത് സെന്റൻസ് മേക്കിങ്ങിൽ ഏറ്റവും 3 സംഭവങ്ങളിൽ ഉള്ള ഒരു ഇത് നമുക്ക് ഫോം ചെയ്യാം. അതായത് സബ്ജക്ട് വേർബ് ഒബ്ജക്ട്, അതായത് ഐ ആം ഈറ്റിംഗ് ആൻ ആപ്പിൾ. അപ്പൊ 3 ഇതുണ്ട്, ഐ ആം ഈറ്റിംഗ് ആൻ ആപ്പിൾ. അപ്പോൾ ഒബ്ജക്റ്റും വേർബും എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെയാ പറയാ ജെ മോഷ് നമ്മൾ പറഞ്ഞു ഐ ആം ഈറ്റിംഗ് ആൻഡ് യൂണിഫോം, ജെ മോഷ് യൂണിഫോം. സോ ഇതൊരു പ്രോപ്പർ ഒരു സെന്റൻസ് ആയി, ജെ മോഷ് യൂണിഫോം. അപ്പൊ അതേപോലെ മോഷേ എന്നുള്ളത് ഒരു കോമൺ ആയിട്ടുള്ള വേർബാണല്ലോ, ഈറ്റ്, ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു കോമൺ വികാരമാണല്ലോ. അപ്പൊ അത് എന്തായാലും നമ്മൾ സ്പോക്കൺ ഫ്രഞ്ചിൽ വരുന്നതാണ്. അപ്പോൾ ഈറ്റ്. പിന്നെ വേറെ ഏതൊക്കെ വേർബുകളാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്? ബി ഫോം, ഹാവ് ഫോം, ദെൻ ക്യാൻ, വാണ്ട്, ഇതെല്ലാം എപ്പോഴും കോമൺ ഫ്രഞ്ചിൽ. ഡു, ഐ ആം ഡൂയിങ് ഷോപ്പിംഗ്, സോ ജെ ഫേ ഡു ഷോപ്പിംഗ്. അപ്പൊ അങ്ങനത്തെ ഒക്കെയുള്ള ചെറിയ സെന്റൻസുകൾ ഉണ്ടാക്കുക. ആൻഡ് വാട്ട് യു ക്യാൻ ഡു ഈസ് എന്താ വെച്ചെങ്കിൽ ഐ ഹാവ് ക്രിയേറ്റഡ് എ പ്ലേ ലിസ്റ്റ്. ഈ കോമൺ വേർബ്സ് വെച്ചിട്ടുള്ള പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കോൺജുഗേഷൻ പഠിക്കുക എന്നുള്ളത് വളരെ ഒരു ഹെക്ടിക് ടാസ്ക്കാണ്. ഗ്രാമർ പഠിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഒരു ഡിഫിക്കൽട്ട് പ്രോസസ് ആണല്ലോ, ഭയങ്കര ഇന്റിമിഡേറ്റിംഗ് ആണ്. അതായത് നമ്മൾ ഇംഗ്ലീഷിലുള്ള പോലെ ഐ ഈറ്റ്, ഷീ ഈറ്റ്സ്, അങ്ങനെ 2 ഫോമേ നമുക്ക് പ്രസന്റ് ടെൻസിലുള്ളൂ. പക്ഷെ ഫ്രഞ്ചിലാണെങ്കിൽ കുറച്ചധികം ഫോംസ് ഉണ്ട്. അപ്പം അതെല്ലാം പഠിക്കുക എന്നുള്ളത് ഭയങ്കര ഇന്റിമിഡേറ്റിംഗ് ആണ്. അപ്പം ഞാനിപ്പോൾ പറയുവാണെങ്കിലും I am going, you are going, then they are going, അങ്ങനെയൊക്കെ പറയുന്നതിനെല്ലാം ഡിഫറെന്റ് വേർഡുകളാണുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഐ ഗോ, യു ഗോ, ഷീ ഗോസ്, അങ്ങനെ ഗോയും ഗോസേ ഉള്ളൂ. പക്ഷെ ഇവിടെ എന്താ വെച്ചെങ്കിൽ ഫ്രഞ്ചിലാണെങ്കിൽ കുറച്ചധികം ഉണ്ട്. ജുവേ, ചുവ, ആൻഡ് ഇൽവ, എൽവ, നൂസാലോ, ഊസാലെ, അങ്ങനെ കുറേ വാക്കുകളുണ്ട്. അപ്പൊ അതെല്ലാം ഒരുമിച്ച് കാണപ്പാടാക്കുക എന്നത് കുറച്ചൊരു ഇന്റിമിഡേറ്റിംഗ് പ്രോസസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് സെന്റൻസുകൾ ഉണ്ടാക്കിയിട്ട് അത് ഒരേപോലെ, അതായത് ജുവേ ആ ലെക്കോൾ, ഐ എം ഗോയിങ് ടു ദ സ്കൂൾ, ഐ എം ഗോയിങ് ടു ദ യൂണിവേഴ്സിറ്റി, യു ആർ ഗോയിങ് ടു ദ മാർക്കറ്റ്, അങ്ങനെയുള്ള ചെറിയ സെന്റൻസുകളായിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കി പഠിക്കുവാണെങ്കിൽ, ഇപ്പോൾ ഒരു വേർഡ് എടുക്കുക, അല്ലെങ്കിൽ ഒരു വേർഡ് ഒരു ദിവസം എടുക്കുക, ഒരു 3-4 ദിവസം അത് തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിന്റെ കോൺജുഗേഷൻ മാത്രമല്ല കാണപ്പാഠം പഠിക്കേണ്ടത്, അത് വെച്ചിട്ട് ചെറിയ സെന്റൻസുകൾ ഉണ്ടാക്കി നോക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു സെൽഫ് എഫേർട്ടാണ്. നമ്മൾ വെറുതെ കാണപ്പാഠം ഇത് ഇങ്ങനെ പഠിച്ചു വെക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ അത് മുന്നിൽ എഴുതി വെക്കുക.
കോഞ്ചുഗേഷൻ ഫോംസ് മുന്നിൽ എഴുതി വെച്ചിട്ട് ഒരു 3-4 ദിവസം എടുത്തിട്ട് അലേ എന്നുള്ള ഒരു വാക്കിന്റെ ചെറിയ സെന്റൻസുകൾ നമ്മൾ ഉണ്ടാക്കി നോക്കാം. ഐ എം ഗോയിങ് ടു ദ സ്കൂൾ, യു ആർ ഗോയിങ് ടു ദ മാർക്കറ്റ്. അങ്ങനെ സെന്റൻസുകൾ ഉണ്ടാക്കി നമ്മൾ സെൽഫായിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം നടക്കുള്ളൂ. അപ്പോൾ 3-4 ആഴ്ചയിൽ സെന്റൻസ് മേക്കിംഗ് ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അതായത് 3 ആഴ്ച ഇന്ന സംഭവം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നല്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് മാത്രം. ഓക്കെ, ഒരു സ്ട്രക്ചേർഡ് ആയിട്ട്. അപ്പോൾ അലേ വേണമെങ്കിൽ ആദ്യം എടുക്കാം, പിന്നെ ബി ഫോം എടുക്കാം, പിന്നെ ഹാവ് ഫോം എടുക്കാം, പിന്നെ ഏതൊക്കെ എടുക്കാൻ പറ്റും, ക്യാൻ, വാണ്ട്, പിന്നെ ഏതൊക്കെയാണ് ഡു, പിന്നെ ടേക്ക്. കോമൺ ആയിട്ട് വരുന്ന ER ഫോമും RE ഫോം വെർബുകളും കൂടുതലായിട്ട് എടുക്കാൻ നോക്കുക. അതാണ് എപ്പോഴും നമ്മൾ സ്പോക്കൺ ഫ്രഞ്ചിൽ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡുകൾ. പോന്ദ്ര്, ടേക്ക്, വുൾവാർ, വോണ്ട്, ദെൻ പൂവാർ, ക്യാൻ. അപ്പോൾ ഇങ്ങനത്തെ വെർബുകൾ നമ്മൾ അധികം എടുക്കുകയാണെങ്കിൽ നമുക്ക് അത് സ്പോക്കൺ ഫ്രഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതായത് കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കാര്യങ്ങൾ. അല്ലാതെ നമ്മൾ ഉപയോഗിക്കാത്ത സംഭവങ്ങൾ എടുത്തിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പം നമ്മൾ 5-ാമത്തെ 6-ാമത്തെ ആഴ്ചയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. 5-ാമത്തെ 6-ാമത്തെ ആഴ്ചയിൽ നമ്മളിപ്പോൾ കുറച്ച് സെന്റൻസ് ആയി, വേർഡ്സ് കഴിഞ്ഞു, സെന്റൻസ് ആയി. അപ്പോൾ സെന്റൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി 5-ാമത്തെ 6-ാമത്തെ ആഴ്ചയിൽ ചെറിയ ചെറിയ പാരാഗ്രാഫുകൾ എടുക്കാം. പാരാഗ്രാഫുകൾ, അതായത് ഇൻപുട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് 5-ാമത്തെ 6-ാമത്തെ ആഴ്ചയിൽ. അപ്പോൾ 5-ാമത്തെ 6-ാമത്തെ ആഴ്ചയിൽ നമുക്ക് റീഡിങ് ചെയ്ത് തുടങ്ങാം. റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഒരു പാരാഗ്രാഫ്, അതായത് ഇപ്പോൾ ഇങ്ങനെ 3-4 വാക്കുകളുള്ള സെന്റൻസ് തന്നെ നമുക്ക് വേണമെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. കുറച്ചുകൊണ്ട് വലുതെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം നമുക്ക് സെന്റൻസ്, അതായത് ഒരു പാരാഗ്രാഫ് എടുക്കുക. പാരാഗ്രാഫ് എടുത്തിട്ട് ഒരു 5-10 ലൈനുള്ള ഒരു പാരാഗ്രാഫ് എടുക്കുക. ദെൻ ട്രൈ ടു റീഡ് ദാറ്റ്. അതായത് ഒരു A1 ലെവലുള്ള സെന്റൻസുകൾ എടുക്കണേ. അപ്പോൾ അത് റീഡ് ചെയ്യാം. ചെറിയ ബുക്കുകളുടെ, ചിൽഡ്രൻസ് ബുക്കിൻ്റെ ഒക്കെ എടുത്തിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ നോക്കാം. ആൻഡ് ഓൾസോ ലിസൺ ടു സം പോഡ്കാസ്റ്റ് ആൻഡ് ഓൾസോ വീഡിയോസ്. സിമ്പിൾ കുട്ടികൾ കാണുന്ന വീഡിയോസ് ഒക്കെ, നമുക്ക് കാർട്ടൂൺസ് ഒക്കെ, പെപ്പ പിഗ്, അതേപോലത്തെ ചെറിയ വീഡിയോസ്, അതായത് 5-10 മിനിറ്റിന്റെ ചെറിയ വീഡിയോസ് എടുത്തിട്ട് യൂട്യൂബിൽ തന്നെ സബ് ടൈറ്റിലൊക്കെ ഉള്ളതുണ്ട്. പെപ്പ പിഗിന്റെ ഒക്കെ ഫ്രഞ്ച് വേർഷനും ഉണ്ട്, ഇംഗ്ലീഷ് വേർഷനും ഉണ്ട്. സോ യു ക്യാൻ മാറ്റിയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ 5-10 മിനിറ്റിന്റെ വീഡിയോസ് അല്ലെങ്കിൽ പോഡ്കാസ്റ്റുകളുണ്ട്. കോഫി ബ്രേക്ക് ഫ്രഞ്ച്, അതേപോലെ തന്നെ ഡുവോലിംഗോ പോഡ്കാസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ ശ്രമിക്കാം 5-ാമത്തെ 6-ാമത്തെ ആഴ്ചയിൽ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ക്യാരി ഓൺ ചെയ്യേണ്ടതാണ് ഗ്രാമറും. ഗ്രാമറിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? അഡ്ജക്റ്റീവ്സിന്റെ പ്ലേസിങ്, ആഡ്വേർബ്സിന്റെ പ്ലേസിങ് ആൻഡ് ഓൾസോ കോഞ്ചുഗേഷൻ. കോഞ്ചുഗേഷൻ നമ്മൾ ഈ വീക്കിലും കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട ഒരു പ്രോസസ്സാണ്. കുറേ വെർബുകൾ ഉണ്ടല്ലോ, അതെല്ലാം എടുത്ത് ചെറിയ ചെറിയ സെന്റൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഞാൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നെക്സ്റ്റ് ഒരു 7-ാമത്തെ 8-ാമത്തെ ആഴ്ചയാകുമ്പോൾ നമുക്ക് എന്താ ചെയ്യണം? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങണം, റീപ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ അതായത് ഇൻപുട്ട് മാത്രമല്ല ഔട്ട്പുട്ടിലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സ്പീക്കിംഗ് റൈറ്റിംഗ് ആണല്ലോ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്പീക്കിംഗ് എന്നെ ചെയ്യും? സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു പാർട്ണറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? നമുക്ക് സെൽഫ് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി പ്രസന്റ് ടെൻസിൽ നമുക്ക് പറയാം, ഫ്യൂച്ചർ അപ്രോച്ചിൽ പറയാം. അപ്പോൾ ഡെയിലി നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി പ്രസന്റ് ടെൻസിലാണ്. നമുക്കൊരു പ്ലാനിങ് വേണമെങ്കിൽ നമുക്ക് പ്രസന്റ് ടെൻസിൽ തന്നെ ചെയ്യാം. ഓൾസോ അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രോസ് എന്ന് പറഞ്ഞൊരു ടെൻസും നമ്മൾ സ്പോക്കൺ ഫ്രഞ്ചിൽ എപ്പോഴും കൂടെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് പ്രസന്റ് ടെൻസ് മാത്രമല്ല ഫ്യൂച്ചർ പ്രോസ് എന്നുള്ളതും നമ്മൾ ഉപയോഗിക്കും. അതായത് ഐ എം ഗോയിങ് ടു വിസിറ്റ് എ മ്യൂസിയം, ജെ വേ വിസിറ്റ്, ഐ എം ഗോയിങ് ടു വിസിറ്റ്. 2 വേർബ് ഉണ്ട് ഇവിടെ, വേയും വിസിറ്റേയും ഉണ്ട്. അതായത് ഇപ്പോൾ ഗോയിങ് ടു വിസിറ്റ് ഉടൻ തന്നെ ചെയ്യാൻ പോകുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതിന് ഫ്യൂച്ചർ പ്രോസ് എന്ന് പറഞ്ഞൊരു ടെൻസും. അപ്പോൾ കൂടുതൽ നമ്മൾ ഈ ആഴ്ചകളിൽ ഒരു 8 ആഴ്ചയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രസന്റ് ടെൻസും ഒപ്പം തന്നെ ഫ്യൂച്ചർ പ്രോസ് എന്ന് പറഞ്ഞൊരു ടെൻസും കൂടി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. പിന്നെ ഇംപെരേറ്റീവ് സെന്റൻസുകൾ, അതായത് കമാൻഡ്സ് കൊടുക്കുക, അഡ്വൈസസ് കൊടുക്കുക, അതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്വാജ് വണ്ടി, ബി നൈസ് എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ സെന്റൻസുകൾ, ബി പേഷ്യന്റ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, അതായത് ചെറിയ 2 വാക്കുകളുള്ള കമാൻഡ്സ്, അങ്ങനത്തെ എല്ലാം നമുക്ക് വേണമെങ്കിൽ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ കമാൻഡ്സ്, അതേപോലെ തന്നെ ഡെയിലി ലൈഫ് സെന്റൻസസ്, ഇതെല്ലാം നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു 8 ആഴ്ചയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ യു ഗോട്ട് ആൻ ഐഡിയ, ഐ ഗസ്, ലൈക്ക് ഒരു 2 മാസത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ദെൻ നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഡെയിലി മോട്ടിവേഷൻ ആണ്. ഓക്കെ, ഡെയിലി മോട്ടിവേഷൻ ആൻഡ് മാനിഫെസ്റ്റിംഗ് യുവർ സെൽഫ്. അതായത് ഒരു 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്റ്റേജിലാണ് ഇരിക്കേണ്ടത്, അല്ലെങ്കിൽ കുറച്ചും കൂടി മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് സ്റ്റേജിലാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഡെയിലി മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് കൂടുതൽ അതിനോട് അത് ഗോൾ അറ്റൈൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ സെറ്റിംഗ് സ്മോൾ ഗോൾസ് ഡെയിലി മാറ്റേഴ്സ് എ ലോട്ട്. ഓക്കെ, അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അടുത്തത് നോക്കുന്നത്. അപ്പോൾ
നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഡെയിലി ഗോൾ സെറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് മാനിഫെസ്റ്റിംഗ് യുവർ സെൽഫ് ആഫ്റ്റർ സർട്ടൻ മന്ത്സ് ആൻഡ് ഇയർ. ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ വിചാരിക്കുവാണ്, ഇപ്പോൾ ഞാൻ വിചാരിക്കുവാണ് ഇനി ഒരു വർഷം കഴിയുമ്പോൾ എനിക്ക് നേറ്റീവ്സ് സംസാരിക്കുന്ന നേറ്റീവ് ലെവൽ പ്രൊഫിഷ്യൻസി വേണം എന്ന് ഞാൻ വിചാരിക്കുവാണ്. ആൻഡ് ഐ എം വിഷ്വലൈസിങ് ദാറ്റ് ഐ മീൻ ലൈക്ക് ഫ്രാൻസിൽ നേറ്റീവ്സിനോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് അത്രയും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് ലൈക്ക് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ യു ആർ ഓൾസോ തിങ്കിങ് ലൈക്ക് ആഫ്റ്റർ ഫ്യൂ മന്ത്സ് യു ആർ ലൈക്ക് ഹാവിങ് എ ബേസിക് കോൺവെർസേഷൻ വിത്ത് നേറ്റീവ്സ് in France or in some other nations where French is spoken. So French is spoken all over the world, like in Africa. Congo is the place where French is spoken most. അതായത് ഫ്രാൻസിലുള്ളതിനേക്കാളും കൂടുതൽ ആൾക്കാർ കോങ്കോയിലുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുള്ള ആൾക്കാരുമായിട്ട് ഫ്രഞ്ച് സംസാരിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക, മാനിഫെസ്റ്റ് യുവർ സെൽഫ് ദാറ്റ്. അപ്പോൾ അത് നമുക്കൊരു ഡെയിലി മോട്ടിവേഷനാണ്. അപ്പം എന്താണ് ഡെയിലി നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ബ്രേക്ക് ഡൗൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായി. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ 8 ആഴ്ചയിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഡെയിലി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ലിസണിങ്ങിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യം ചെയ്യണം, റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യം ചെയ്യണം, സ്പീക്കിങ്ങിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ, റീഡിങ്ങിന് വേണ്ടി. അപ്പോൾ ഓരോ ഈ 4 കോമ്പോണൻസും നമ്മൾ ഓരോ ദിവസം കോൺസെൻട്രേറ്റ് ചെയ്യണം. ആൻഡ് ഓൾസോ ദിസ് ഡെയിലി വൊക്കാബുലറി ആഡിങ് നടക്കണം. അപ്പോൾ ഡെയിലി വൊക്കാബുലറി ആഡിങ്ങിന് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാൻ അടുത്ത് പറയുന്നത്. അപ്പോൾ ഡെയിലി വൊക്കാബുലറി ആഡിങ്ങിന് നമുക്കിങ്ങനെ നമ്മൾ ഓരോ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ പഠിച്ചു, ഒബ്ജക്ട്സ്, പ്ലേസസ്, ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പറ്റുന്നത് കൂടുതൽ വൊക്കാബുലറി ആഡ് ചെയ്യാനായിട്ട് നമുക്ക് അങ്കി എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്, അങ്കി. സോ അങ്കിയിൽ നമുക്ക് ഡെക്കുകൾ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് മറന്നു പോകുന്നത് വീണ്ടും നമുക്ക് റീകളക്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഡെക്കുകൾ ക്രിയേറ്റ് ചെയ്യാം. ഏത് വേർഡാണ് ഞാൻ കൂടെ മറന്നു പോകുന്നത് ഒന്ന് വീണ്ടും നോട്ട് ചെയ്തിട്ട് വി ക്യാൻ റീവിസിറ്റ് ദാറ്റ്. ആൻഡ് ഓൾസോ യു ക്യാൻ ഗെറ്റ്, അതായത് ഈ സിമിലർ പ്രോസസ്സ് ഈ ബിഗിനർ സ്റ്റേജ് ലെവലിലൂടെ കടന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ലെവലിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരുടെ അവർ ക്രിയേറ്റ് ചെയ്ത ഡെക്കുകളും നമുക്ക് അതിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഈസിലി അത് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ റീചെക്ക് ചെയ്യാം നമുക്ക് ഇന്ന വേർഡുകൾ അറിയുന്നുണ്ടോ, അതെങ്ങനെ പ്രയോഗിക്കേണ്ടതെന്ന് അറിയുന്നുള്ളൂ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അതിൻ്റെ സെൻറ്റൻസസും കിട്ടും. അപ്പോൾ കുറേ ഡെക്കുകളിലൊക്കെ അതിൻ്റെ എങ്ങനെയാണ് ആ വേർഡ് ഉപയോഗിക്കേണ്ടതെന്നുള്ള സെൻറ്റൻസുകൾ. അപ്പോൾ അങ്കി നമുക്ക് യൂസ് ചെയ്യാം ലൈക്ക് ആഡിങ് വൊക്കാബുലറിക്ക് വേണ്ടിയിട്ട്. പിന്നെ ലിസണിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി നമുക്ക് ഏതൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഡുവോലിംഗോൻ്റെ പോഡ്കാസ്റ്റുകളുണ്ട്. ആൻഡ് ഓൾസോ യു ക്യാൻ യൂസ് ദിസ് കോഫി ബ്രേക്ക് ഫ്രഞ്ച് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. കോഫി ബ്രേക്ക് ഫ്രഞ്ച് യൂസ് ചെയ്യാം. ഫോൺസെ ഫസീൽ എന്ന് പറഞ്ഞ ഇതുണ്ട്. പിന്നെ റാഡിയോ FR, അതായത് ഫ്രാൻസിന്റെ റേഡിയോ ഉള്ള ഒരു സൈറ്റ് ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. റാഡിയോ FR അത് യൂസ് ചെയ്യാം. ദെൻ there are a number of YouTube resources. കുറേ ഉണ്ട്. ബ്രൂത്ത് ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്, BRUT ബ്രൂത്ത് ഉണ്ട്. ദെൻ പിന്നെ ഫ്രാൻസിന്റെ തന്നെ കുറേ ന്യൂസ് ചാനൽസ് ഉണ്ട് അല്ലേ. ന്യൂസ് ചാനൽസ് നമുക്ക് ചെറിയ ക്ലിപ്പുകൾ, ഷോർട്ട്സ് ആയിട്ടുള്ള ന്യൂസ് ചാനൽസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് ലിസണിങ്ങിന് നമ്മൾ പറഞ്ഞു. അപ്പം ദെൻ റീഡിങ്ങിന് നമുക്ക് ചെറിയ ചിൽഡ്രൻ സ്റ്റോറി ബുക്സ് എടുക്കാം. ചിൽഡ്രൻ സ്റ്റോറി ബുക്ക് എടുത്തിട്ട് യു ക്യാൻ ജസ്റ്റ് read through that, like Le Petit Prince എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് Le Petit Prince, ലിറ്റിൽ പ്രിൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് മൂവിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സോ ദ പ്രിൻസ് ഈസ് ബിഫ്രണ്ടിങ് ഫോക്സ് ആൻഡ് ഓൾ. അപ്രിവോസെ, അതായത് ഹി ഈസ് മേക്കിംഗ് ഫ്രണ്ട്സ്, അതിനെ പറയുന്ന അപ്രിവോസെ എന്നുള്ള വേർഡ്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചിൽഡ്രൻ സ്റ്റോറി ബുക്സ് എടുത്തിട്ട് വായിച്ചു തുടങ്ങുക. ആൻഡ് ഓൾസോ യു കണ്ടിന്യൂ പ്രാക്ടീസ്. നമ്മൾ സ്പീക്കിംഗ് ഓൾസോ പ്രാക്ടീസ്. അതായത് നമുക്ക് തന്നെത്താൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഹലോ ടോക്ക് എന്നുള്ളൊരു ഫ്രീ ആപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആൾക്കാരെ കണക്ട് ചെയ്യാം. അതായത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന പോലെ, അതേപോലെ തന്നെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പോലെ യു ക്യാൻ ഓൾസോ കണക്ട് വിത്ത് അതർ പീപ്പിൾ. ഈവൻ ലിങ്ക്ഡിൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഫോളോ ചെയ്ത് ചെയ്യുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ നമുക്ക് ഹലോ ടോക്ക് വെച്ചിട്ട് ആൾക്കാരനെ, വേൾഡ് ഓവർ ഉള്ള ആൾക്കാരനെ, നിങ്ങൾ ലേണേഴ്സ് ഒപ്പം ലേണിംഗ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാം. ആൻഡ് ഓൾസോ നേറ്റീവ് ലെവൽ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ചാറ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ യു ക്യാൻ സ്പീക്ക് വിത്ത് ദം ആൻഡ് കോൾ ദം ആൻഡ് ഡെയിലി കോൺവെർസേഷൻ, ചെറിയ കോൺവെർസേഷൻ ബിൽഡപ്പ് ചെയ്യുക. യു ക്യാൻ ഓൾസോ ടേക്ക് പാർട്ട് ഇൻ എ വോയിസ് റൂംസ് ഓൾ. ഓക്കെ, ഇപ്പോൾ വോയിസ് റൂമുകളിൽ നമുക്ക് ചെറിയ സെന്റൻസസ് ഒക്കെ വെച്ചിട്ട് ഡെയിലി കോൺവെർസേഷൻ നടത്താം. അപ്പോൾ ഡെയിലി ഇതെല്ലാം നടക്കുന്നതാണ്. ഇപ്പോൾ ഒരു ദിവസം വിട്ടാലും ജസ്റ്റ് ഒരു ആഴ്ചയിൽ ഒരു 4-5 ദിവസമെങ്കിലും നമ്മൾ ഈ പ്രോസസ്സ് എല്ലാം കണ്ടിന്യൂ ചെയ്യുന്നത്. ലാംഗ്വേജ് ലേണിംഗ് ഈസ് ഒരു ജേർണിയാണ്. ഇറ്റ് ഈസ് നോട്ട് എൻഡിങ് ഇൻ സംവർ നിയർ. ഓക്കെ, സോ ഇറ്റ്സ് എ പ്രോസസ്. സോ ബിഗിനേഴ്സ് ലെവൽ കഴിഞ്ഞു, ഇന്റർമീഡിയറ്റ് ലെവൽ എത്തി, ദെൻ യു ഗോ ഓൺ ടു അഡ്വാൻസ്
advanced level also. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ജേർണി. സോ യു കാൺ ഒരു ദിവസം ഒരാഴ്ച ഫുള്ള് ചെയ്തു, ഓ ഐ എം ടയേർഡ്, യു കാൺ സ്റ്റോപ്പ് ദർ. അപ്പോൾ ഡെയിലി മോട്ടിവേഷൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം വരുന്ന റിയൽ ലൈഫ് കോൺവെർസേഷൻസ് ആണല്ലേ. അപ്പോൾ ഓരോ സിറ്റുവേഷൻ, ഇപ്പോൾ മാർക്കറ്റിൽ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കോൺവെർസേഷൻ നമുക്ക് ആവശ്യം വരും. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ 2, 3, 4 മോഡലുകൾ ഇപ്പോൾ മാർക്കറ്റിൽ പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺവെർസേഷൻ ഒരു മോഡൽ ഉണ്ടാക്കുക. ആൻഡ് യു ട്രൈ ടു മെമ്മറൈസ് ദാറ്റ്. അപ്പോൾ റിയൽ ലൈഫ് സിനാരിയോസ് കോമൺ ആയിട്ട് വരുന്ന ഇപ്പോൾ ഒരു മാർക്കറ്റിൽ പോകുമ്പോൾ, ആൻഡ് ഓൾസോ ഇഫ് യു ഗോ ടു എ തിയേറ്റർ ആൻഡ് ഓൾസോ ടു ഫ്രണ്ട്സ്. അപ്പോൾ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സാമ്പിൾ ഫോർമാറ്റ് നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കുന്നത് കോമൺ ഫ്രേസസുകൾ, അതായത് ഫ്രേസസ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക, വേർഡ്സ് ആയിട്ടല്ല, ഫ്രേസസ് ആയിട്ട് പഠിച്ചു വെക്കുമ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ സിനാരിയോയിലും റിയൽ ലൈഫ് സിനാരിയോയിലും നമ്മൾ പറയേണ്ട ഫ്രേസസ് പഠിച്ചു വെക്കുക. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു ആഡ് കാണുമ്പോൾ നമ്മൾ എന്തൊക്കെ ചോദിക്കണം, അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എടുത്ത് പ്രയോഗിക്കാൻ പറ്റും. സോ റിയൽ ലൈഫ് സിനാരിയോസിൽ വരുന്ന ഫ്രേസസുകൾ, അതേപോലെ തന്നെ നമ്മൾ ചിലപ്പം അറ്റ് എ യങ്ങർ സ്റ്റേജ് നമ്മൾ ഓരോ ഭാഷകൾ പഠിക്കുമ്പോഴും ഫ്രേസസ് ആയിട്ട് അതേപോലെ തന്നെ കാണാപ്പാടം പഠിക്കുമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. റിമെമ്പർ വെൻ യു ആർ ഇൻ LKG, UKG ആൻഡ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആൻഡ് ഓൾ, എന്താണ് നമുക്ക് അറിയാതെ തന്നെ നമ്മൾ കാണാപ്പാടാക്കിയിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതേപോലത്തെ ഫ്രേസസുകൾ നമ്മൾ കാണാപ്പാടാക്കിയിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി മച്ച് ഹെൽപ്ഫുൾ വെൻ എന്താണ് സ്പീക്കിങ്ങിലൊക്കെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു ഗ്രോണപ്പാണ്, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് അതിൻ്റെ മീനിങ് എന്നുള്ളത്. അല്ലാതെ നമ്മൾ കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ മീനിങ് അറിയാതെ കാണാപ്പാടം പഠിച്ചാലല്ല. സോ ഇൻ ദിസ് സിറ്റുവേഷൻ എന്താണ് പറയേണ്ടതെന്നുള്ളത് നമുക്ക് ആ ഫ്രേസസ് അതേപോലെ തന്നെ നമ്മൾ മെമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദാറ്റ് ഹെൽപ്ഫുൾ. ഹാൻഡി ആയിട്ടുള്ള കുറച്ച് ഫ്രേസസുകൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കുക, അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹാൻഡി ആയിട്ടുള്ള സെൻറ്റൻസുകൾ ഉണ്ടാവുക. പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓവറോൾ ഫ്രഞ്ച് ലേണിംഗിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൊനൗൺസിയേഷൻ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. സോ പ്രൊനൗൺസിയേഷൻ ഈസ് എ ബേസിക് കൈൻഡ് ഓഫ് തിങ്. സോ യു ഡോണ്ട് ഇഗ്നോർ ദിസ് പ്രൊനൗൺസിയേഷൻ. അതുപോലെ നമ്മൾ A1 B1 ഒക്കെ കഴിഞ്ഞിട്ടും ഇതെന്താണെന്ന് വെച്ചെങ്കിൽ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് വായിക്കുന്ന പോലെ വായിച്ചിട്ട് കാര്യമില്ല. ദ നേറ്റീവ്സ് കാൻ't understand you. For more and training related matters, you can connect me at 9400-616-909. And if you really like my content, you can hit the like, share, subscribe buttons. And au revoir. À bientôt.